മാനുഷിക പരിഗണന നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അദാലത്തിന്റെ വിജയമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട് താലൂക്കിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും പരാതി പരിഹാര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസനത്തോടൊപ്പം ക്ഷേമവും എന്നതാണ് സർക്കാരിന്റെ നയമെന്നും അതിനാൽ പരാതി പരിഹാരവും ക്രിയാത്മകമായി നടക്കണമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. ദുഃഖിക്കുന്ന സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകാൻ ചട്ടത്തിനും നിയമത്തിനും അപ്പുറത്ത് മാനുഷിക പരിഗണന കൂടി നൽകേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത ചില തീരുമാനങ്ങൾ അദാലത്തിൽ മന്ത്രിമാർക്കെടുക്കാൻ കഴിയുന്നു എന്നതാണ് അദാലത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാട് താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു പരിശ്രമത്തിന്റെ വിജയം തന്നെയാണ്. പരാതികൾ പലതരത്തിലുള്ള പരാതികളാണ്. നിയമനിർമ്മാണം വഴി പരിഹരിക്കേണ്ട പരാതികളുണ്ട്. അതുപോലെ തന്നെ മധ്യസ്ഥതകൾ വഴി പരിഹരിക്കേണ്ട പരാതികളുണ്ട്. സർക്കാരിൻ്റെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പരിഹരിക്കേണ്ട പരാതികളുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ച് പരിഹരിക്കേണ്ട പ്രദേശങ്ങളുണ്ട്. ഓരോ വകുപ്പിൻ്റെയും നിയമം അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പരിഹരിക്കേണ്ട പരാതികളുണ്ട്. അപ്പോൾ ചട്ടങ്ങൾ, നിയമങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലി. ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ചട്ടങ്ങളും നിയമങ്ങളും തടസ്സമാകാൻ പാടില്ല. അത്തരത്തിലുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ തടസ്സമായി വന്നാൽ അതിനാവശ്യമായ ഭേദഗതി, നിയമനിർമ്മാണം നടപ്പാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിൽ ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചു. ചട്ടവും നിയമത്തിനും അപ്പുറത്തൊരു കാര്യമുണ്ട്, മനുഷ്യത്വം, മാനുഷിക മുഖം. നമ്മൾ ചെയ്യുന്ന കാര്യം മനുഷ്യന് വേണ്ടിയാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കൃത്യമായി ആ തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഈ കഴിഞ്ഞ 8 വർഷമായി ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് പണം നിക്ഷേപിച്ച മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അദാലത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, സബ് കളക്ടർ സമീർ കിഷൻ, തഹസീൽദാർ PD സുധി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗീത ബാബു, P അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിൻസി ജോളി, PK വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MC പ്രസാദ്, TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, രേഷ്മ ജോൺസൺ, K സുരമ്യ, S അജയ്കുമാർ, ബിന്ദു ശ്രീകുമാർ, TK തങ്കപ്പൻ, TT സത്യദാസ്, നീനു ജോസഫ്, ഗായത്രി B നായർ, R രാജ്മോഹൻ, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.